നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കാത്തതിനെതിരെ കൊയിലി ഹോസ്പിറ്റലിൽ യൂത്ത് ലീഗ് ഉപരോധം നടത്തുകയാണ്. ശമ്പള വർധന കരാറിൽ കൊയിലി മാനേജ്മെന്റ് ഒപ്പിടാത്തതിനെതിരെയാണ് പ്രതിഷേധം. സമരം നടന്ന 6 ആശുപത്രികളിൽ കൊയിലി മാത്രം ഒപ്പിടാത്തതിനെതിരെയാണ് പ്രതിഷേധം നടത്തുന്നത്. മനോജ് മേൽച്ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, കൊയിലി ഹോസ്പിറ്റലിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം തുടരുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കേണ്ടതുണ്ട്, അവർക്ക് മാന്യമായ വേതനം കൊടുക്കേണ്ടതുണ്ട്. എത്ര ആളുകൾ കൃഷ്ണേന്ദു, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്ക് ലഭിക്കുന്നു. അതായത് ഈ കൊയിലി മാനേജ്മെന്റ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അതിനുവേണ്ടി ലേബർ ഓഫീസിലേക്ക് കൊയിലി മാനേജ്മെന്റ് പ്രതിനിധികൾ പോയി കഴിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ സമരം ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചന. അതായത് അല്പസമയത്തിനകം തന്നെ നഴ്സുമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ കരാറിൽ കൊയിലി മാനേജ്മെന്റും ഒപ്പിടാൻ പോകുന്നു എന്നുള്ള ഒരു ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ആ വിവരം യൂത്ത് ലീഗിന്റെ നേതാക്കളെ തന്നെ അറിയിക്കാം. ഷിനാജ്, ഇപ്പോൾ കൊയിലി ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചിരിക്കുകയാണ് ഈ കരാറിൽ നമ്മൾ ഒപ്പിടുന്നതിന് വേണ്ടി ലേബർ ഓഫീസിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു എന്ന്. അത് ആ ഒരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമരം നിങ്ങൾ ഇവിടെ ഇപ്പോഴേ അവസാനിപ്പിക്കുകയല്ലേ? കൊയിലി ആശുപത്രിയുടെ മാനേജ്മെന്റിന്റെ ധിക്കാരപരമായ സമീപനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പോലും ധിക്കാരപരമായ സമീപനം സ്വീകരിച്ച് അതിൽ മറ്റ് 5 ആശുപത്രികളുടെ മാനേജ്മെന്റും അനുഭാവപൂർവ്വം ഇത് വിഷയം പരിഗണിച്ച് ഒപ്പിട്ട് സമരം അവസാനിപ്പിച്ചപ്പോൾ ഇന്നലെ അടക്കം സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെ ഇന്നലെ ഞങ്ങൾ യൂത്ത് ലീഗിന്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇന്നലെ HR മാനേജറെയും MD ഒക്കെ കാണാൻ വന്നപ്പോൾ അതിന് പോലും തയ്യാറാകാതെ ധിക്കാരപരമായ ഒരു സമീപനം സ്വീകരിച്ച ഈ ആശുപത്രി മാനേജ്മെന്റിനെതിരെ ഒപ്പിടുന്നതിൽ ഞങ്ങൾക്ക് ദിവസങ്ങളായി ഞങ്ങളുടെ ആവശ്യം, സമരം ചെയ്യുന്ന നഴ്സുമാരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഒപ്പിട്ട് മാന്യമായ വേതനം ഉറപ്പു നൽകി ഈ കരാറിൽ ഒപ്പിട്ട് അവരുടെ സമരം അവസാനിപ്പിക്കുക എന്നതാണ്. അതിനുവേണ്ടി തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇന്ന് രാവിലെ മുതൽ ഈ ആശുപത്രിക്ക് മുമ്പിൽ ഇത്തരം ഒരു ഉപരോധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് അത് ഒപ്പിട്ട് ലേബർ ഓഫീസിൽ കൊയിലിയുടെ മാനേജ്മെന്റ് പ്രതികൾ പോയിട്ടുണ്ട് എന്ന് പറയുന്നത് തികച്ചും സന്തോഷകരമായ കാര്യമാണ്. അതിൽ ഒപ്പിട്ട് ആ ഒപ്പ് ഞങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ മുസ്ലിം യൂത്ത് ലീഗ് ഇന്ന് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയുള്ളൂ നിങ്ങൾ അറിയിക്കാം. ഒപ്പിട്ടാൽ ഉടൻ ആ സമരം നിങ്ങൾ അവസാനിപ്പിക്കും? തീർച്ചയായും അവസാനിപ്പിക്കും. ഞങ്ങളുടെ ആവശ്യം തികച്ചും ന്യായമാണ്. നഴ്സുമാരുടെ 60 ദിവസത്തിന് മേലെയായി സമരം ചെയ്യുന്ന നഴ്സുമാരുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അത് അംഗീകരിച്ചു കൊടുത്താൽ ആ നിമിഷം യൂത്ത് ലീഗ് ഈ സമരത്തിൽ അല്ല, ഇപ്പോൾ ഇതൊരു ആശുപത്രിയാണ്. അപ്പോൾ ഇതിനു മുന്നിൽ ഇങ്ങനെ ഉപരോധം തുടർന്നു കൊണ്ടുപോകുന്നത് ഒരു ശരിയായ, ഇപ്പോൾ ഒപ്പിടാമെന്ന് സമ്മതിച്ച സാഹചര്യത്തിൽ ഒപ്പിടുന്നില്ലെങ്കിൽ സമരം തുടർന്നാൽ പോരെ? അത് താൽക്കാലികമായി നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നിർത്തിവെക്കാൻ കഴിയുമോ? ഇല്ല, നിർത്തിവെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ അനുഭാവപൂർവ്വമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടും അതിന് ധിക്കാരപരമായ സമീപനമാണ് ഈ മാനേജ്മെന്റ് ഭാഗത്തുണ്ടായുള്ളത്. അത്തരം മാനേജ്മെന്റിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് പൂർണ്ണമായി ഒപ്പിട്ടു എന്ന് ഉറപ്പ് കിട്ടിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കൂ എന്ന് അറിയിക്കുന്നു. എന്തായാലും യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ഷിനാജാണ് നമ്മോട് സംസാരിച്ചത്. എന്തായാലും കൊയിലി മാനേജ്മെന്റ് ഇപ്പോൾ ഒപ്പിടാൻ തയ്യാറായിരിക്കുന്നു. അതിനുവേണ്ടി കൊയിലി മാനേജ്മെന്റ് പ്രതിനിധികൾ ലേബർ ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരം ഇവിടെ ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി വിജിൽ ഇപ്പോൾ കൊയിലി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു കാര്യം പറഞ്ഞത്, അംഗീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ ഒപ്പിടാൻ തയ്യാറാണ്. ലേബർ ഓഫീസിലേക്ക് കൊയിലി ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ പുറപ്പെട്ടു കഴിഞ്ഞു, പോയി അവിടെ എത്തിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സമരം ഇവിടെ അവസാനിക്കുകയല്ലേ? ഇതിവിടെ ഒപ്പിട്ട് എന്ന് ഞങ്ങൾക്ക് അവർ ഒപ്പിട്ട് തീരുന്നത് വരെ ഞങ്ങൾക്ക് അതിനകത്ത് അവരെ വിശ്വാസമില്ല. അവർ ഒപ്പിട്ടതിന്റെ കോപ്പി ഇവിടെ നഴ്സസ് അസോസിയേഷന്റെ ആളുകളെ കയ്യിൽ കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടരും. അതിനുശേഷം എന്താണ് ഞങ്ങളുടെ തുടർ സമരങ്ങൾ അല്ലെങ്കിൽ തുടർ നടപടികൾ എന്നുള്ളത് നഴ്സുമാരായിട്ട് ആലോചിച്ച് കൈകാര്യം ചെയ്യും. എന്തായാലും യൂത്ത് ലീഗും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യം, അതായത് അവർ നേരത്തെയും ഇത്തരത്തിൽ പലവട്ടം ഒപ്പിടാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അതിന് അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒപ്പിട്ടു എന്ന് അറിഞ്ഞാൽ അത് ഒപ്പിട്ടതിന് ശേഷം മാത്രം ഈ സമരം അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഈ സമരത്തിന് തുടക്കം മുതൽ നേതൃത്വം നൽകുന്ന സമരസമിതിയുടെ സഹായ സമിതിയുടെ ഭാരവാഹികളൊക്കെ തന്നെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇപ്പോൾ കൊയിലി മാനേജ്മെന്റ് സമ്മതിച്ചിരിക്കുകയാണ് ഒപ്പിടാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടൻ സമരം അവസാനിക്കും. ഇത് ഒപ്പിട്ട് ആ ഡോക്യുമെന്റ് ബഹുമാനപ്പെട്ട കളക്ടറുടെ പക്ഷത്തും മറ്റ് നമ്മുടെ സമരസമിതിയുടെ പക്ഷത്തും എത്തുക എന്നുള്ളത് മാത്രമല്ല, ഈ തൻ്റെ പേരക്കുട്ടിയോളം പ്രായമുള്ള പിഞ്ചു കുട്ടികളായ നഴ്സുമാരെ കായികമായി ശാരീരികമായും അവരെ വളരെ ലൈംഗിക ചൊവ്വയോടുകൂടി വളരെ മോശമായ രീതിയിൽ സ്വന്തം പേരക്കുട്ടികളോടും ഒരു കാലത്തും ഒരാളും പെരുമാറില്ല. അത്ര മോശമായ രീതിയിൽ പെരുമാറിയ ബഹുമാനപ്പെട്ട PK ഗംഗാധരൻ എന്ന് പറയുന്ന ഇവിടുത്തെ
മെയിൻ ഡോക്ടർ ആ ഗംഗാധരൻ ഡോക്ടർ മാപ്പ് പറയുന്നത് വരെ ഈ സമരം മുമ്പോട്ട് പോകും. ആ ഗംഗാധരൻ ഡോക്ടർ മീഡിയയുടെ മുമ്പിലായാലും മാപ്പ് പറഞ്ഞാൽ മതി. പരസ്യമായിട്ട് അദ്ദേഹം മാപ്പ് പറയണം. സ്ത്രീത്വത്തെയാണ് അപമാനിച്ചിരിക്കുന്നത്. അത് സ്വന്തം പേരക്കുട്ടിയോളം പ്രായമുള്ള കുട്ടികളായ നഴ്സ് സഹോദരിമാരോടാണ് ഈ അപമാനം അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് മീഡിയകൾക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ ഇന്ന് സിറ്റിംഗ് ഉണ്ട്. അദ്ദേഹത്തിന്റെ മുൻപിൽ ഈ പരാതി അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് ഇപ്പോൾ എത്തുന്നതാണ്. അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ അംഗത്തിന്റെ അടുത്തേക്കും ഈ പരാതി പോകുന്നതാണ്. ഈ PK ഗംഗാധരനെ ഒരു കാലത്തും ഇനി പുറത്തിറങ്ങി നടക്കാൻ വിടുന്നതല്ല. അദ്ദേഹം ഒരു പെൺകുട്ടികൾക്ക് നേരെയും ഒരു ശബ്ദവും അദ്ദേഹം ഇനി ഉയർത്താൻ പാടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൈകൾ ഉയർത്തി ഈ പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറുന്ന രീതി ഇതോടുകൂടി അവസാനിപ്പിക്കാൻ വേണ്ടുന്ന നടപടി ഇവിടെയുള്ള പൊതുസമൂഹം കൈക്കൊള്ളുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും അതാണ് ഇന്നലെയാണ് ആ സംഭവം നടന്നത്. ഡോക്ടർ PK ഗംഗാധരൻ, അത് ഇവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടാണ്, ക്ഷമിക്കണം, മെഡിക്കൽ സൂപ്രണ്ടാണ് ഡോക്ടർ ഗംഗാധരൻ. അദ്ദേഹം ഇന്നലെ വൈകിട്ട് ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ നഴ്സുമാർ അദ്ദേഹത്തെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം ഈ ആശുപത്രിയുടെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നത് ഡോക്ടർ ഗംഗാധരനാണ്. അതുകൊണ്ട് തന്നെയാണ് നഴ്സുമാർ തങ്ങളുടെ സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ തയ്യാറായത്. പക്ഷേ ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രകോപനപരമായ ചില കാര്യങ്ങൾ ഡോക്ടർ ഗംഗാധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതാണ് ഈ സമരം കൂടുതൽ വഷളാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ ആ പ്രശ്നം ഇപ്പോഴും നിൽക്കുകയാണ് എന്നാണ് ഈ സമരസമിതി പറയുന്നത്. ഡോക്ടർ ഗംഗാധരൻ മാപ്പ് പറയാതെ ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് കൂടി എടുക്കുകയാണ് സമര സഹായ സമിതി. യൂത്ത് ലീഗിന്റെ ഉപരോധം ഇവിടെ നടക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാക്കളുണ്ട്. അങ്ങനെ സമരം കടുക്കുകയാണ്. ഈ നഴ്സുമാരുടെ ന്യായമായ ആവശ്യം എന്നാണ് അവർ പറയുന്നത്. വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഒരു തരത്തിലും ഈ സമരം അവസാനിപ്പിക്കില്ല എന്നവർ പ്രഖ്യാപിക്കുന്നു. ഇന്ന് 11 മണിക്ക് അതിന്റെ ഒപ്പിടാൻ തയ്യാറായി നിൽക്കുകയാണ്. കൊയിലി ആശുപത്രി മാനേജ്മെന്റ് ഒപ്പിടാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഞങ്ങളെയും അവർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പിടാൻ തയ്യാറാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പിട്ടാൽ ആ നിമിഷം സമരം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് യൂത്ത് ലീഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ആശുപത്രിയിലെ ഡോക്ടർ ഗംഗാധരൻ മാപ്പ് പറയണമെന്ന ഒരു ആവശ്യം കൂടി ഇപ്പോൾ സമരസമിതി മുന്നോട്ട് വെക്കുന്നത്. ആ പ്രശ്നം വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു ഇന്നലെ. പോലീസിൽ 2 വിഭാഗവും പരാതി നൽകിയിട്ടുണ്ട്. 2 വിഭാഗവും പരാതി നൽകിയ സാഹചര്യത്തിൽ ഒത്തുതീർപ്പ് ഉണ്ടാകുമോ എന്ന് നോക്കുകയാണ് പോലീസ്. ഇതുവരെ ആ വിഷയത്തിൽ കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി നൽകി മുന്നോട്ട് പോകാനാണ് സമര സഹായ സമിതി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ പ്രശ്നം ഇന്ന് അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും അധികൃതരുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. സമരം ഇന്ന് തന്നെ അവസാനിക്കും. 11 മണിയോടുകൂടി ഈ കരാറിൽ കൊയിലി മാനേജ്മെന്റ് ഒപ്പിടുമെന്ന് മാനേജ്മെന്റ് തന്നെ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. കൃഷ്ണേന്ദു.